നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ താരം നെയ്മർ ഇല്ലാതെ സാന്റോസ് വീണ്ടും ഒരു മികച്ച പ്രകടനം നടത്തി, പക്ഷെ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ 2-2 സമനിലയാണ് ബ്രാഗന്റിനോക്കെതിരെ അവരുടെ മൈതാനത്ത് പോയി സാന്റോസ് പിടിച്ചിരിക്കുന്നത്. ബ്രാഗന്റിനോ 9ാം സ്ഥാനത്താണ്. ഇപ്പോൾ 25 കളികളിൽ നിന്ന് 32 പോയിന്റ്. അതേസമയം സാന്റോസ് 16ാം സ്ഥാനത്താണ്, റെലഗേഷൻ സോണിന്റെ തൊട്ടരികിലാണ്. 24 കളികളിൽ നിന്ന് 27 പോയിന്റ്. ഈ മത്സരത്തിൽ സാന്റോസിന് വേണ്ടി ഡയസും ബഴയിലുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ബർബോസയും ഹെൻറിക്കയുമാണ് ബ്രാഗന്റിനോയുടെ ഗോളുകൾ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും അവരുടെ മൈതാനത്താണ് കളി നടന്നതെങ്കിലും സാന്റോസ് ആണ് ആധിപത്യം പുലർത്തിയത്. മികച്ച നീക്കങ്ങൾ ഉണ്ടായിരുന്നു, കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗോളുകൾ 2-2 സമനിലയിൽ അവസാനിച്ചു. കളിക്കളത്തിൽ നെയ്മർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ലൗട്രോ ഡയസും ഗുയർമയും വഴിയിലും റോൾ ഹെയ്സറും ഒക്കെ ഒരുമിച്ചാണ് സാന്റോസിനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. കളിയുടെ 30ാമത്തെ മിനിറ്റിൽ ലീഡ് എടുത്തത് ബ്രാഗന്റിനയായിരുന്നു. ലൂക്കാസ് ബർബോസയിലൂടെ അവർ ലീഡ് എടുത്തു. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ലൗട്രോ ഡയസിലൂടെ 56ാമത്തെ മിനിറ്റിൽ ഒപ്പം പിടിച്ചു സാന്റോസ്. പിന്നാലെ അവർ ലീഡും എടുത്തു. 60ാമത്തെ മിനിറ്റിൽ ബഴയിലിന്റെ ഗോൾ പിറക്കുന്നു. ലൗട്രോ ഡയസിന്റെ അസിസ്റ്റിൽ നിന്നാണ് ആ ഒരു ഗോൾ വരുന്നത്. അതോടുകൂടി 2-1 സാന്റോസ് മുന്നിൽ. എതിരാളികളുടെ മൈതാനത്ത് പോയി സാന്റോസ് വിജയിച്ച് കയറുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. 77ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കൂടി അടിച്ചു. പെഡ്രോ ഹെൻറിക്കയിലൂടെ ഒരു ഗോൾ കൂടി അടിച്ചുകൊണ്ട് ബ്രാഗന്റിനോ മത്സരം സമനിലയാക്കിയായിരുന്നു. ഏതായാലും നെയ്മർ ഇല്ലാത്ത ഈ കളി പൊട്ടാതെ മോശമല്ലാത്ത പ്രകടനം നടത്തി തിരികെ എത്താൻ പറ്റി എന്നുള്ളത് സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.